അങ്ങനെ അത് യാഥാർത്ഥ്യമാകുന്നു. മന്ത്രി തന്നെ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പേജിൽ ആ സന്തോഷ വാർത്ത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അസാധ്യമാണ് എന്ന് നമ്മൾ കരുതിയത് സാധ്യമാവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇനി 80 ദിവസം അല്ലേ, ഇത്രയും എണ്ണിയുള്ള കാത്തിരിപ്പാണ് അല്ലേ. നമ്മളിങ്ങനെ എണ്ണി ഏതെങ്കിലും ഒരു കായിക താരത്തിന് വേണ്ടി കാത്തിരുന്നിട്ടില്ല യഥാർത്ഥത്തിൽ. പ്രത്യേകിച്ച് ഇപ്പം മറഡോണയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയല്ലോ, വിരമിച്ചതിന് ശേഷം വരികയാണ്. പക്ഷേ ഇപ്പോൾ ആ വേൾഡ് ചാമ്പ്യനായിട്ട് വരുന്നു, ആ ടീമിനോടൊപ്പം വരുന്നു എന്നുള്ളതാണ്. മെസ്സി ഏതെങ്കിലും വന്നൊരു കട ഉദ്ഘാടനം ചെയ്ത് പോകുന്ന പോലെ അല്ലല്ലോ, മെസ്സി കളിക്കാൻ വരികയാണ് അല്ലേ. നമ്മുടെ വഴിയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു. കാരണം ഒരു പക്ഷേ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ലോകകപ്പ്, വനിതാ ലോകകപ്പിൻ്റെ മത്സരങ്ങൾ ഗ്രീൻഫീൽഡ് നിശ്ചയിച്ചിരുന്നു, അത് നടക്കുമെന്നൊരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു മാസം കൂടി ആ മത്സരത്തിന് വേണ്ടി സ്റ്റേഡിയം പോകുമായിരുന്നു. പക്ഷേ ഇന്നലെ BCCI അല്ല ICC ചെയ്തതെന്താണെന്ന് വെച്ചാൽ ബംഗളൂരിലെ മത്സരം മൊത്തം എടുത്ത് നവി മുംബൈയിലേക്ക് മാറ്റി. അത് നമുക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് ഈ പിച്ച് തയ്യാറാക്കാനും സ്റ്റേഡിയം തയ്യാറാക്കാനും ഒക്കെ ഉള്ള ഒരു മാസത്തോളം കാര്യമാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിയെ നീങ്ങുകയാണ്, ഗുണമായിട്ട് തീരുകയാണ്. ആദ്യഘട്ടത്തിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം എല്ലാം വരുന്നു. മാത്രമല്ല ആ സമയം നല്ലതാണ്. നവംബർ മാസം എന്ന് പറയുന്നത് അതൊരു ഫെസ്റ്റിവൽ സമയമാണ്. പിന്നെ ആകെ ഉള്ളതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് മാത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതൊരു പക്ഷേ ഇതിനോട് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആയിരിക്കാനാണ് സാധ്യത. മിക്കവാറും മത്സരം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ നവംബർ 10 മുതൽ 18 വരെയാണ്.